ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം റാസൽ കൈമയിൽ പോയിട്ട് നിന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പിള്ളേരും ഇക്കയും കൂടെ കേട്ടോ. എന്നിട്ട് ഞങ്ങളവിടുത്തെ ഫുഡ് കഴിച്ച വീഡിയോസും അവിടുത്തെ റൂം ടൂറും ഇതൊക്കെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടുന്ന് ഫുജേറയിൽ പോയിട്ടുണ്ടായിരുന്നു. ഫുജേറ ഫ്രൈഡേ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും അവിടെ ഫ്രൈഡേ മാർക്കറ്റിൽ പോയിട്ടുള്ള കാഴ്ചകളും അവിടെ ഞങ്ങൾ മേടിച്ച കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ടാട്ടോ ഈ വീഡിയോ. എനിക്കിങ്ങനെയല്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഇക്കയും കുട്ടികളും മാത്രമായിട്ട് ഇങ്ങനെ പോകാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവ് പോവുക, ഇടയ്ക്ക് ഓരോ ഫുഡ് അടിക്കുക, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ടോ റാസൽ കൈമ, ഫുജേറ ആ ഏരിയയൊക്കെ പോയിട്ടുള്ളത്. ഇടയ്ക്കൊരു മാസത്തിലൊരിക്കൽ ഞങ്ങൾ ദുബായി പോകും, അത്ര തന്നെ ഉള്ളൂ. അങ്ങോട്ട് റാസൽ കൈമ ഫുജേറ അങ്ങോട്ടൊന്നും പോകാറില്ല കേട്ടോ എപ്പോഴൊന്നും, കാരണം അത്യാവശ്യം ലോങ് അല്ലേ. അപ്പം അത് കാരണം എപ്പോഴൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഏകദേശം ഞാൻ ഫ്രൈഡേ മാർക്കറ്റ് പോയത് 1.5 വർഷം മുന്നേ കേട്ടോ. കാരണം ചെറിയ ആൾ ഐസ നല്ലോണം ചെറിയ കുട്ടിയാവുന്ന ടൈമിലാട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് 1 വയസ്സൊക്കെ ആവുന്നതിന് മുന്നേ ആ ടൈമിലാട്ടോ ഞങ്ങൾ ലാസ്റ്റ് പോയത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാട്ടോ പോകാൻ പറ്റിയത്. ഞങ്ങൾ അലൈനിലുണ്ടാകുന്ന സമയത്ത് പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ അബുദാബിക്ക് മാറിയതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അബുദാബിയിൽ നിന്ന് റാസൽ കൈമ ഫുജേറ പറയുമ്പോൾ അത്യാവശ്യം ലോങ് ഉണ്ടല്ലോ, അത് കാരണം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമുള്ളൊരു ജേർണി ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ അബുദാബി ദുബായ് പോലെ ഒന്നല്ല കേട്ടോ. ഒരു 2 സൈഡും ഫുള്ള് മലകളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. എനിക്ക് തോന്നുന്നത് കാറിനേക്കാളും കൂടുതൽ അവിടെ ട്രക്കുകളാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. കാരണം കുറേ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ. അത് കാരണം കൂടുതലും ഇങ്ങനത്തെ മൈനിങ്ങും അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉള്ളത് കാരണം കൂടുതൽ ട്രക്കുകളാട്ടോ കാണുന്നുണ്ടായിരുന്നത്. നല്ല രസമാണ് ഇങ്ങനെ ഉറക്കെ വണ്ടിയിൽ പാട്ടും വെച്ചിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് റൂമിൽ ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഫുജേറ ഫ്രൈഡേ മാർക്കറ്റിൽ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള മൺപാത്രങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി പാത്രങ്ങളും ചെടികളും പിന്നെ നമ്മുടെ കാർപ്പറ്റിൽ നല്ല രസമുള്ള കാർപ്പറ്റുകൾ, നല്ല വെറൈറ്റി നമ്മൾ സാധാരണ ഷോപ്പുകളിലൊന്നും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്നൊക്കെ കാണാം കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ അല്ലേ ഞാൻ അവിടുന്ന് നല്ല പഴുത്ത ഫിഗ് ഉണ്ടായിരുന്നു, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാവൽപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നാവൽപ്പഴം അങ്ങനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ അവിടെ നാവൽപ്പഴം കണ്ടപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ കുറച്ച് തണ്ണിമത്തനോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാ തണ്ണിമത്തനല്ല, ചെറിയൊരു തണ്ണിമത്തൻ, കുഞ്ഞ് ബോൾ പോലെയുള്ള തണ്ണിമത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ റെഡ് കളർ തന്നെ കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ എല്ലാതും ടേസ്റ്റ് ചെയ്യാൻ തരാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. നല്ല രസമുള്ള വെറൈറ്റി ഉള്ള കുറേ ഫ്രൂട്ട്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങനെ അബുദാബിയിലോട്ട് തിരിച്ചു പോരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല, കാരണം ഞങ്ങൾ വയറ് ഫുള്ളായിരുന്നു. വണ്ടിയിൽ നിന്നിട്ട് സ്നാക്സ് കഴിച്ചിട്ടും പിന്നെ ഇവിടെ വന്നിട്ട് അവർ ടേസ്റ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ തന്നു കാരണം വയറ് ഫുള്ളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്ത്യൻ മക്കളുടെയൊക്കെ. ഇത് കണ്ടില്ലേ, നാവൽപ്പഴം കഴിച്ചിട്ടുള്ള കളറാട്ടോ നാവിൽ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കുറേ കാലമായിട്ടോ നാവൽപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല പുളി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നല്ല ഇളനീരൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളനീരും നല്ല മധുരമുള്ള അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നേ. മക്കൾ ഇതാ ചെന്നേക്കുന്നത് ആ പഞ്ഞിമിഠായിയുടെ ഇത് എടുത്തിട്ടുണ്ട്. അവൾ ഹസ്ബൻഡ് 2-3 ദിവസമായിട്ടോ ഒരു വട്ടം അവൾ എനിക്ക് തോന്നുന്നു ടാബിൽ എന്തോ വീഡിയോ എന്തോ കണ്ടപ്പോൾ ഈ പഞ്ഞിമിഠായിയുടെ ഫോട്ടോ കണ്ടു. അപ്പോൾ അവൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ അവൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്തോ മെച്ചി ഈ സാധനം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടി അവിടെ കൊണ്ടുപോയി നിർത്തിയൊക്കെ തന്നെ അവൾ അതാട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ അവൾ ആദ്യം അതാട്ടോ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, റെഡ് മാംഗോ, തായ്ലാൻഡിൻ്റെ എന്നാട്ടോ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടോ ഈ സാധനം കഴിക്കുന്നത്. നല്ല മധുരമുണ്ടേ, പക്ഷെ നമുക്കിത് കഴിക്കാൻ പറ്റില്ല, മാംഗോ എന്ന് ഫീൽ ചെയ്യൂല കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇക്കാനോട് പറയായിരുന്നു, ഇത് മാംഗോ ആണ് കഴിക്കുന്നത് തോന്നണില്ല, വേറെ എന്തോ ഒരു ഫീല്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ചെയ്യേ.
പിന്നെ ആ സാധനത്തിന് മാംഗോനില്ല നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ 3 മാംഗോയുടെ ഒരു ബോക്സാണ്. അപ്പോൾ 3 മാംഗോക്ക് അവർ ഏകദേശം 40 ദിറംസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 40 ദിറംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നാട്ടിൽ 800 രൂപയുടെ മുകളിൽ വരും 3 മാങ്ങ കേട്ടോ. അതൊരു മീഡിയം സൈസേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മാംഗോ മതി, ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു മാംഗോക്ക് 20 ദിറംസ് ആട്ടോ പറഞ്ഞത്. അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. കാരണം 400 രൂപ കൊടുത്തിട്ട് ഒരു മാംഗോ വാങ്ങി കഴിക്കണ്ടേന്നുള്ളതിൽ കേട്ടോ. പിന്നെ കട്ട് പീസായിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വലിയ ഒരപ്പം തന്നെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതിനെന്തോ 10 ദിറംസോ അങ്ങനെ എന്തായിട്ട് ആ ചെറിയ ബോക്സിന് അവർ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കട്ട് ചെയ്യണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഷോർട്സ് മാത്രം മാംഗോൻ്റെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കെ. പിന്നെ അത് അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കാർപ്പറ്റുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എവിടെ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ. അത് കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ നേരെ അബുദാബിയിലോട്ട് പോരട്ടെ. ഇത് കണ്ടില്ലേ കുറേ പാത്രങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ നൈറ്റ് പോകാൻ നല്ല വൈബാണ്. ഞങ്ങളേ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം നൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളനീർ ഷേക്കും അതുപോലെ തന്നെ ഒരു ന്യൂട്ടലയുടെ ഒരു പാൻ കേക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉച്ച ടൈം ആയത് കാരണം അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ അവിടെ കടയുടെ ആൾക്കാർ തന്നെയുള്ളൂ. അത് കാരണം നമുക്ക് ഇങ്ങനെ നോക്കി എടുക്കാനും ഇതൊക്കെ സുഖമായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാരും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരും തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ചെല്ലണം. നൈറ്റ് ആട്ടോ അവിടെ ഓണാവുക. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ മസാഫി. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ തിരിച്ച് അബുദാബിയിലോട്ട് പോകുന്നു കേട്ടോ. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടില്ലേ. ഇത്രയും നേരം മലകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു ഗ്രീനറിക്ക് കടന്നിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ഇക്കാരോട് പറയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു അലനിൽ പോയ ഫീലായി, ഇത്ര നേരം വേറൊരു ഫീലായിരുന്നു. ഇപ്പോൾ കണ്ട് എത്ര പെട്ടെന്ന് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഞങ്ങളില്ലേ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യാനൊന്നുമല്ല കേട്ടോ പോയത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ്, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കുക. ഇക്കാക്ക് എപ്പോഴും ഓഫീസിലെ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊന്നും മൈൻഡ് ഫ്രഷ് ആവുക എന്നുള്ള രീതിയിലാട്ടോ പോയത്. ഇപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും ട്രാവൽ ചെയ്യുമ്പോൾ. ചിലവർക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പോകാനാവും താല്പര്യം. ചിലവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാനൊക്കെ ആവും താല്പര്യം കേട്ടോ. നിങ്ങൾ ഏത് രീതിയിലാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് പോകാനാണോ ഇഷ്ടം, അതോ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പോകാനാണോ ഇഷ്ടം എന്ന് പറയണേ. പിന്നെ ഇക്കാനേക്കാളും കൂടുതൽ പ്രാന്താട്ടോ മക്കൾക്ക്. അവർക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും കറങ്ങാനൊക്കെ നല്ല ഇഷ്ടമാണ്. അവർക്ക് വീട്ടിലിരുന്നാലും കേട്ടോ പ്രശ്നം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തല്ലും കൂടിയിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുമാണ്. പുറത്തിറങ്ങിയ 2 പേരും ഡീസൻ്റാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഷാർജ വഴി അങ്ങനെ കയറിയിട്ട് തിരിച്ച് അബുദാബിയിലോട്ട് പോരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ 600 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഇവിടുന്ന് ഞങ്ങൾക്ക് അബുദാബിയിൽ നിന്ന് റാസൽ ഖൈമയ്ക്ക് 250 കിലോമീറ്റർ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റാസൽ ഖൈമയിൽ നിന്ന് ഫ്രൈഡേ മാർക്കറ്റിലേക്ക് ഒരു 75 കിലോമീറ്ററോളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം ഒരു 600 കിലോമീറ്റർ ഓടി എന്നൊക്കെ പറയായിരുന്നേ. പിന്നല്ലേ എനിക്ക് എപ്പോഴും ഇല്ലേ ഇങ്ങനെ അജ്മാൻ, അതുപോലെ ഫുജൈറ, റാസൽ ഖൈമ, ഉമ്മുൽ ഖൈൻ ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു തമിഴ്നാട് പോയ ഫീൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ പോയവർക്ക്? കാരണമല്ല ഞാൻ എപ്പോഴും എനിക്ക് അബുദാബി, ദുബായ് അവിടെ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു എൻറ്റയർലി ഫീലിംഗ് നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഗൾഫ് തന്നെയാണോ എന്നുള്ളൊരു ഇത് തോന്നും കേട്ടോ. കാരണം ഒരു എൻറ്റയർലി വേറൊരു പ്ലേസാണ്. അപ്പോൾ ഞാൻ ഇക്കാണ്ട് എപ്പോഴും പറയും ഒരു തമിഴ്നാട്ടിൽ പോയ ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നിട്ട് ദുബായിൽ എത്തിയിട്ടുണ്ട്. തിരിച്ചങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാവൽപ്പഴവും ചോളോനും മാങ്ങയും ഈത്തപ്പഴവും ഓറഞ്ചും തണ്ണിമത്തനും ഫിഗും ചിക്കു, അതുപോലെ നല്ല പഴുത്ത മാങ്ങ, അങ്ങനത്തെ ഈ ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഫാമിലീസുള്ളവർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.